ജീവിതത്തിൽ റിസ്ക് എടുക്കണവർക്ക് ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വെറുതെ വീട്ടിലിരിക്കുന്നവർക്കൊന്നും ഫ്യൂച്ചർ കിട്ടില്ല. നോളജ് കൊടുക്കൽ മാത്രമല്ല, വൈദഗ്ധ്യം, ഈ 44 വർഷത്തെ വൈദഗ്ധ്യം അവിടെ ഷെയർ ചെയ്യണം. ആ വൈദഗ്ധ്യം കൊടുത്ത്, അതായത് സ്കില്ല്, അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നത് എന്താണ്? എക്സ്പീരിയൻസ്. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. തീ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഫയർ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്, ആൾ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്, എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ, ആ എക്സ്പീരിയൻസ് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഈ ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ ഒരു 7 സ്റ്റാർ ഹോട്ടൽ കടലിൻ്റെ നടുക്ക് പണിതാൽ ഇങ്ങനെ ഇരിക്കും. അത്രമാത്രം ഫെസിലിറ്റിയാണ് അവിടെ ഉള്ളത്. നമ്മളങ്ങ് റിസ്ക് എടുക്കാണ്ട് നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വലിയൊരു കാശ് കൊണ്ടു തരും. കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. നമ്മൾ കടലിൻ്റെ നടുക്ക് ഒരു 10 നില കെട്ടിടം പണിതാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഓഫ് ഷോർ ഇരിക്കുന്നത്. നമസ്കാരം, ഞാൻ രഞ്ജു ഗോപിനാഥ്, ടെക്ഷോർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ ഇന്നിവിടെ എൻ്റെ കൂടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ ജോയ് പോൾ എന്ന് പറഞ്ഞ സാറാണ്. അദ്ദേഹം ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ഏകദേശം 40 വർഷത്തിന് മുകളിൽ എക്സ്പെർട്ടൈസ് ആയിട്ട് ഒരാളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് ഇതിനെക്കുറിച്ച് തരാനായിട്ടാണ് നമ്മളിപ്പം നിൽക്കുന്നത്. സർ ജോയ് പോൾ സർ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം സാറിനെ കുറിച്ച്. ഓക്കെ, താങ്ക് യു മിസ്റ്റർ രഞ്ജു. ടെക്ഷോർ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസിലും മറ്റുള്ള ടെക്നിക്കൽ സബ്ജക്റ്റിലും ജോലി കിട്ടാനായിട്ട്, നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ അവർ ജോലിക്ക് എങ്ങനെ പ്രാപ്തരാക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. എൻ്റെ പേര് ജോയ് പോൾ. 1970 ഞാൻ ഡിഗ്രി എടുത്തു. 70 മുതൽ 77 വരെയും ഞാനവിടെ ഉദ്യോഗമണ്ഡലിൽ കെമിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 77 മുതൽ 87 വരെയും 10 വർഷത്തോളം സൗദി അറേബ്യയിലെ അറാംകോയിൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം 88 തുടങ്ങി 98 വരെയും 10 വർഷം സിറിയ, ഡമാസ്കസ് ഏരിയയിൽ ഷെല്ലിൻ്റെ ഓയിൽ കമ്പനിയിൽ ട്രെയിനിങ് സൂപ്പർവൈസറായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസും ഫയർ ആൻഡ് സേഫ്റ്റി പഠിപ്പിക്കാനായിട്ട് ട്രെയിനിങ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും 5 വർഷത്തോളം അബുദാബിയിൽ ആത്മ ഓപ്കോ എന്ന് വെച്ചാൽ അഡ്നോക്ക് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് 2 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഓയിൽ, ഒന്ന് ഗ്യാസ്. ഓയിലിനെ അഡ്മ ഓപ്കോ എന്നും പറയും, ഗ്യാസിനെ അഡ്ഗ്യാസ് എന്നും പറയും. ഈ 2 സ്ഥലത്തും ട്രെയിനിങ് കോർഡിനേറ്ററായിട്ട് 5 വർഷത്തോളം നൂറുകണക്കിന് പുതിയ ജോയിൻ ചെയ്ത് വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ ട്രെയിനിങ് കൊടുത്തു. അവരെ അസസ് ചെയ്തു. അവരെ പെർമനൻ്റ് എംപ്ലോയീസായിട്ട് ജോലി പഠിപ്പിക്കാൻ സാധിച്ചു. അതിനുശേഷം 2005 മുതൽ 2015 വരെയും 10 വർഷത്തോളം ഒമാനിൽ PDO, പെട്രോളിയം ഡെവലപ്മെൻറ്റ് ഒമാനിൽ ട്രെയിനിങ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തു. ഈ 10 വർഷത്തിനകം ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ട്രെയിനിങ് കൊടുക്കാനും അവരെ ജോലിക്ക് പ്രാപ്തരാക്കി ജോലി വാങ്ങിച്ചു കൊടുക്കാനും സാധിച്ചു. അങ്ങനെ ഏതാണ്ട് ഒരു 44 വർഷത്തോളം പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഡക്ഷൻ, എക്സ്പ്ലറേഷൻ, പ്രോസസ്സിങ്, എക്സ്പോർട്ടിങ്, ഈ ഫീൽഡുകളിലെല്ലാം എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. ജോലി ചെയ്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാനും സാധിച്ചു. അതുകൊണ്ട് ഓയിലിൻ്റെ എക്സ്പ്ലറേഷൻ വരെ തുടങ്ങി, അതായത് ഓയിൽ കണ്ടുപിടിക്കുന്ന ആ രംഗം തൊട്ട്
ഡ്രില്ലിങ്ങും പ്രോസസ്സിങ്ങും എക്സ്പോർട്ടിങ്ങും എല്ലാ സെക്ഷനിലും വർക്ക് ചെയ്തതുകൊണ്ട് ഏത് സെക്ഷനിലും നമുക്ക് പിള്ളേർക്ക് സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഈ കോഴ്സ് കഴിയുമ്പോൾ 6 മാസത്തെ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റോ ഡിപ്ലോമയോ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടും. എവിടെയാണ് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് നിങ്ങൾക്കും അറിഞ്ഞുകൂടാ, നമുക്കും അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് ഡ്രില്ലിങ്ങിലായിരിക്കാം, ഓഫ് ഷോറിലായിരിക്കാം, ഓൺ ഷോറിലായിരിക്കാം, ഗ്യാസ് പ്രോസസ്സിങ്ങിലായിരിക്കാം, ഓയിൽ പ്രോസസ്സിങ്ങിലായിരിക്കാം, വെൽ ഓപ്പറേഷനിലായിരിക്കാം. എവിടെയാണ് കിട്ടുന്നത് നിങ്ങൾക്കും എനിക്കും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഏത് സ്ഥലത്തും ജോലി ചെയ്യാൻ പ്രാപ്തരാക്കലാണ് നമ്മുടെ ടെക്സ്റ്റോറിൻ്റെ പ്രധാന ജോലി. അപ്പം ഞാൻ സാറിനോട് വളരെ സന്തോഷം. സാറിൻ്റെ വളരെ വലിയൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇപ്പോൾ കുറേ ഏരിയകളിൽ കുട്ടികളെ സംബന്ധിച്ച് ധാരാളം ഡൗട്ട്സുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയേണ്ടത് ഈ റൊട്ടേഷൻ ടൈപ്പ് ജോബ്സിനെ കുറിച്ചാണ്. കാരണം റൊട്ടേഷൻ ടൈപ്പ് ജോബ്സ് കിട്ടാനായിട്ട് എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളത് അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെങ്ങനെയാണ്? ശരിയാണ്. കാരണം റൊട്ടേഷൻ ടൈപ്പ് ജോലി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഓഫ് ഷോറിലാണ് അധികം റൊട്ടേഷൻ ടൈപ്പ് ജോലിയുള്ളത്. അതായത് 28 ദിവസം ജോലി ചെയ്താൽ 28 ദിവസം നിങ്ങൾക്ക് ലീവ് കിട്ടും. അതിന് ലീവ് എന്നല്ല പറയുന്നത്, അതിന് റെസ്റ്റ് ടൈം. അതായത് നിങ്ങൾ 28 ദിവസം ജോലി ചെയ്യുമ്പോൾ യു ആർ വർക്കിംഗ് ഇൻ ആൻ അസാഡസ് ഏരിയ, വളരെ ഡേഞ്ചറസ് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫയർ ആൻഡ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ 24 hours 28 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറാണ് വർക്ക് ചെയ്യണുള്ളെങ്കിലും 24 മണിക്കൂർ നിങ്ങൾ ആ ഡേഞ്ചറസ് ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 28 ദിവസം ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അത് കഴിയുമ്പോൾ ഇൻ്റർനാഷണൽ റൂൾ അനുസരിച്ച് നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ട് ഈ ഹസാർഡസ് ഏരിയയിൽ നിന്ന് മാറി 28 ദിവസം റെസ്റ്റ് എടുക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കും. അതാണ് റൊട്ടേഷൻ ജോലി എന്ന് പറയുന്നത്. അതായത് 28 ദിവസം ജോലി ചെയ്താൽ 28 ദിവസം റെസ്റ്റ്. അപ്പോൾ ആ 28 ദിവസം കിട്ടുന്ന ശമ്പളവും റെസ്റ്റിനുള്ള ശമ്പളം 2 മാസത്തെ ശമ്പളം നിങ്ങൾക്ക് ഒറ്റ മാസം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഈ റൊട്ടേഷൻ ജോലിക്ക് വളരെയധികം പ്രിഫർ ചെയ്യുന്നത്. അതൊരു ഓയിൽ ആൻഡ് ഗ്യാസിനെ സംബന്ധിച്ചൊരു ആളുകൾ കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള മറ്റൊരു മേഖലയിൽ ഇല്ലാത്തതായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ അത് പറ്റും. കാരണം വെച്ചാൽ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ നിന്ന് നമ്മൾ ഒഴിച്ചെടുക്കുന്ന പെട്രോളിയം പ്രൊഡക്റ്റാണ്. ഭൂമിക്കടിയിൽ ഒരുപാട് സാധനങ്ങൾ കിടപ്പുണ്ട്. അതെല്ലാം നമ്മൾ എന്താണ് അടിയിൽ കിടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മെത്തേഡാണ് എക്സ്പ്ലറേഷൻ മെത്തേഡ്. നമ്മൾ എക്സ്പ്ലറേഷൻ മെത്തേഡിൽ കൂടി ഭൂമിക്കടിയിൽ കിടക്കുന്നത് ഡയമണ്ടാണോ ഗോൾഡാണോ ഓയിലാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നൊരു മെത്തേഡാണ് എക്സ്പ്ലറേഷൻ. അത് നമ്മളിവിടെ ടെക്സ്റ്റോറിൽ പഠിപ്പിക്കും. 4 മെത്തേഡിൽ കൂടിയാണ് ഓയിൽ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന ഓയിൽ, പുറത്തേക്ക് വരുന്ന ഓയിൽ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്, പോയ്സണസ് ആയിട്ടുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. അതെല്ലാം പുറത്തേക്ക് വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് ഈ റിഗിൽ അല്ലെങ്കിൽ ഈ ഡ്രില്ലിങ്ങിൽ അല്ലെങ്കിൽ ഈ ഓഫ് ഷോറിലാണ് പ്രധാനമായിട്ട്. അതുകൊണ്ടാണ് ഓഫ് ഷോറിൽ കുറേ കൂടി ഡേഞ്ചറസ് ആണ്. നിങ്ങൾക്ക് റൊട്ടേഷൻ കൊടുക്കണം, അവർക്ക് റെസ്റ്റ് കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നതും ഈ റിഗിൽ ഈ ഡ്രില്ലിങ് ഏരിയയിലാണ്. പ്രോസസ്സിങ്ങിനേക്കാളും കൂടുതൽ സാലറി കൊടുക്കുന്നത് എപ്പോഴും ഡ്രില്ലിങ് ഏരിയ. കാരണം ഡ്രില്ലിങ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലിയാണ്. ഭൂമിക്കടിയിൽ വളരെയധികം ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിൽ കിടക്കുന്ന ഓയിൽ പുറത്തേക്ക് ഒരു എക്സ്പ്ലോഡ് ചെയ്യുന്നത് പോലെയാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് സേഫായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുക, അതാണ് ഈ റൊട്ടേഷൻ ജോലിയിൽ പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക് ജോലിക്ക് സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്ക് ഓയിൽ വേണം, പെട്രോൾ വേണം. നമ്മളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് പെട്രോളിൻ്റെ യൂസ് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാം ഇലക്ട്രിക് കാറുകളിലേക്ക്, ഇലക്ട്രിക് വണ്ടികളിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് പഠിച്ചാൽ ഭാവിയിൽ എനിക്ക് ജോലി കിട്ടുമോ, പെട്രോളിൻ്റെ പ്രൊഡക്ഷൻ നിന്ന് പോവില്ലേ? അത് തെറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്രോള്, ഭൂമിക്കടിയിൽ പെട്രോള്, ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ പെട്രോളും ഡീസലും മാത്രമല്ല,
അതിൽ നിന്ന് ആയിരക്കണക്കിന് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ രാത്രി ഉറങ്ങുന്നവരെയും എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, ബ്രഷ്, പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ, ഫൈബർ ഗ്ലാസ്, പ്ലേറ്റുകൾ, ഇതെല്ലാം എല്ലാ സാധനങ്ങളും ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. അതാണ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ജോലി ഒരിക്കലും അവസാനിച്ചു പോവില്ല. അത് വളരെയധികം ഭാവിയിലേക്ക് നല്ലൊരു ജോലി സാധ്യത കൂടുതലുള്ളത് എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ 6 മാസത്തെ ട്രെയിനിങ്ങിൽ നമ്മൾ പ്രോപ്പർ സിലബസ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. സോ അതുപോലെ കുറച്ച് കാര്യം അതിനകത്ത് ഈ ചിലർക്കുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഓഫ് ഷോർ, എന്താണ് ഓൺ ഷോർ? അത് പ്രധാനമായിട്ടും ഒന്ന് പറയാം. അത് നല്ല ചോദ്യമാണത്. ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് നിങ്ങൾ. എന്താണ് ഈ ഓഫ് ഷോർ? ഒരു കടലിൻ്റെ നടുക്ക്, ഉദാഹരണത്തിന് നമ്മുടെ അറബിക്കടലിൻ്റെ അവിടെ നിന്ന് ഒരു 200 കിലോമീറ്റർ കടലിലേക്ക് കടന്നിട്ട് ഒരു 10 നില കെട്ടിടം അവിടെ പണിതാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളൊന്ന് ചിന്തിക്കുക. കടലിൻ്റെ നടുക്ക് ഒരു 10 നില കെട്ടിടം പണിതാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ് ഓഫ് ഷോർ ഇരിക്കുന്നത്. ആ കെട്ടിടം നിൽക്കുന്നത് നമ്മുടെ സ്റ്റീൽ പൈപ്പിലാണ് നിർത്തിയിരിക്കുന്നത്, ഈ 10 നില കെട്ടിടം. അപ്പോൾ അതിന് ഹൈറ്റ് വളരെ കൂടുതലായിരിക്കും, ഏരിയ കുറവായിരിക്കും, വിഡ്ത്ത് കുറവായിരിക്കും. അപ്പോൾ അതാണ് ഈ ഓഫ് ഷോർ. അതിൻ്റെ ഏറ്റവും പൊക്കത്ത് ഹെലിപ്പാഡായിരിക്കും. കാരണം ഓയിൽ കമ്പനിയിൽ കാർ ബിസിനസ് ഒന്നുമില്ലല്ലോ, ട്രക്ക് ഒന്നുമില്ല. എല്ലാം ഹെലികോപ്റ്റർ വഴിക്കും ബോട്ട് വഴിക്കുമാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ നടുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ ഓയിലെല്ലാം, കടലിൽ നിന്ന് എടുക്കുന്ന ഓയിൽ ആ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. അതിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുന്നു. നമ്മൾ വെള്ളം വേറെ ആക്കുന്നു. വെള്ളം ഉണ്ടാവും, ഉപ്പുണ്ടാവും, സോൾട്ട് ഉണ്ടാവും, മണ്ണുണ്ടാവും, ഒരുപാട് പോയ്സണസ് ഗ്യാസ് ഉണ്ടാവും. അതിനൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഓഫ് ഷോറിൽ നടക്കുന്നത്. അത് സെപ്പറേറ്റ് ചെയ്ത്, അതിൽ നിന്ന് ഗ്യാസിനെ സെപ്പറേറ്റ് ചെയ്ത് ഓയിലിനെ സെപ്പറേറ്റ് ചെയ്ത് നേരെ ഈ രണ്ടെണ്ണവും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം 2 പൈപ്പിൽ കൂടി കരയിലേക്ക് പമ്പ് ചെയ്യും. ആ ഓഫ് ഷോറിൻ്റെ പണി കഴിഞ്ഞു. ഓഫ് ഷോറിൽ ഭൂമിക്കടിയിൽ നിന്ന് എടുക്കുന്ന ഓയിൽ, അതിനെ റൈസർ എന്ന് പറയും ഞങ്ങൾ. ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന 10, 20, 30 വെല്ലുകളുണ്ടാവും കടലിൻ്റെ അടിയിൽ. 300 അടി 400 അടി താഴ്ചയിലാണ് ഈ വെല്ലിരിക്കുന്നത് കടലിൻ്റെ അടിയിൽ. അതിന് മുകളിൽ വെള്ളമാണ്. അവിടെ നിന്ന് വരുന്ന ഓയിലിനെല്ലാം പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് 2ആയിട്ട് തരംതിരിച്ച് 10-20 വെല്ലുണ്ടെങ്കിൽ അന്ന് 2 പൈപ്പായിട്ട് കുറച്ചിട്ട് ഓയിലും വെള്ളവും കൂടി ഒരു പൈപ്പിൽ കൂടിയും ഗ്യാസ് വേറെ പൈപ്പിൽ കൂടിയും നമ്മൾ കരയിലേക്ക് പമ്പ് ചെയ്യും. പിന്നെ ഈ ഓഫ് ഷോർ വേറെ പ്രത്യേകതയുണ്ട്. പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല. ഒരു കപ്പൽ കൊണ്ടുപോയിടും കടലിൽ, വലിയൊരു ഷിപ്പ്. ആ കപ്പൽ അവിടെ നങ്കൂരോട്ട് കിടന്നുകൊണ്ട് ആ കപ്പലിലേക്കായിരിക്കും ഈ ഓയിൽ എല്ലാം കപ്പലിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൂടി ഓയിലെല്ലാം കപ്പലിലേക്ക് കിടക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് ആ കപ്പലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഓയിലും വെള്ളവും പമ്പ് ചെയ്ത് പറ്റുന്നു. അതിനെ FPSO എന്ന് പറയുന്നത്, ഫ്ലോട്ടിംഗ് പ്രൊഡക്ഷൻ സ്റ്റോറേജ് ഓഫ് ലോഡിങ്. ഫ്ലോട്ട് ചെയ്യാണ്, പ്ലാറ്റ്ഫോം അല്ല. അത് കടലിൽ കപ്പൽ ഫ്ലോട്ട് ചെയ്തിടുക. ഫ്ലോട്ടിംഗ് പ്രൊഡക്ഷൻ എടുക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു, ടാങ്കിൽ ഓഫ് ലോഡ് ചെയ്യുന്നു, കരയിലേക്ക് ഓഫ് ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും ഓഫ് ഷോറിൽ നിന്ന് പെടുത്താം. ഒന്ന് FPSOയും ഒന്ന് ഓഫ് ഷോർ പ്ലാറ്റ്ഫോം. ഓൺ ഷോർ എന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രോസസ്സിങ് നടക്കുന്നത്, കരയിലാണ്. ഈ ഓയിലും ഗ്യാസും കടലിൽ നിന്ന് മാത്രമല്ല, കരയിൽ നിന്നും കിട്ടും, കടലിൽ നിന്നും കിട്ടും, എല്ലായിടത്തും കിട്ടും. അതെല്ലാം ലാൻഡിൽ വന്നതിന് ശേഷം അതിനെ സ്ലോലി പ്രഷർ കുറച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഓയിൽ വേറെ, ഗ്യാസ് വേറെ, വെള്ളം വേറെ, സെഡിമെൻറ്റ്സ് വേറെ, ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് അതൊരു പ്രോസസ്സാണ്. ഓയിൽ പ്രോസസ്സിങ് ആണ്. അതിൽ നിന്ന് അവസാനം നമ്മൾ ഈ കിട്ടുന്ന ഓയിലിനെ വിളിക്കുന്നത് സവർ ക്രൂഡ് ഓയിൽ. സവർ ഓയിലാണ് വരുന്നത്. സവർ എല്ലാം അടക്കം ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഉണ്ട്. അതെല്ലാം മാറ്റി നമ്മൾ സ്വീറ്റ് ക്രൂഡ് ഓയിലായിട്ട് മാറ്റുന്നു. അതായത് വിത്തൗട്ട് എനി നോൺ ഹൈഡ്രോകാർബൺ അല്ലാത്ത സാധനങ്ങളെല്ലാം മാറ്റി സ്വീറ്റ്, അതാണ് ഓയിൽ പ്രോസസ്സിങ്. അതുപോലെ തന്നെ ഗ്യാസ് പ്രോസസ്സിങ്. വരുന്ന ഗ്യാസിൽ ഒരുപാട് പോയ്സണസ് ഗ്യാസ് ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതെല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്ത് മാറ്റി, അതൊക്കെ കരയിലാണ് നടക്കുന്നത്, അത് ലാൻഡിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ 28 റൊട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല. അവിടെ 1 ഇയർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തെ ലീവ് സാധാരണഗതിയിൽ. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കമ്പനി. ചില കമ്പനിക്കാർ ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ 1 മാസത്തെ ലീവ് കൊടുക്കും.
ചില കമ്പനിക്കാർ 1 ഇയർ വർക്ക് ചെയ്യുമ്പോൾ 1 മന്ത് ചെയ്യും. അത് ലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ 8 മണിക്കൂർ വർക്ക് ചെയ്താൽ 3 ഷിഫ്റ്റ് സൈക്കിളായിരിക്കും, 3 ഷിഫ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി സ്ട്രെയിൻ കുറവാണ് അവിടെ. മറ്റേ ഓഫ് ഷോറും FPSO എന്നൊക്കെ പറയുമ്പോൾ കടലിൽ വർക്ക് ചെയ്യുന്നതാണ്. അത് ഡേഞ്ചറസ് കൂടുതലാണ്, ഹസാർഡ് കൂടുതലാണ്. ഏത് ജോലി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ജോലിയെപ്പറ്റി ഉള്ള ഹസാർഡ് സ്റ്റഡി ചെയ്യണം. അതിന് ഹാസിറ്റ് എന്ന് ഞങ്ങൾ പഠിപ്പിക്കും, ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ. അതാണ് ഹാസിറ്റ് ഷോർട്ട് ഫോം. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം ഈ ഓഫ് ഷോറിൻ്റെ പ്രത്യേകതയും എന്താണ് ഓഫ് ഷോർ എന്നും എന്താണ് ഓൺ ഷോർ എന്നും ആദ്യം മനസ്സിലാക്കണം. ഓൺ ഷോറിലാണ് പ്രോസസ്സിങ് നടക്കുന്നത്, ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓഫ് ഷോറിൽ നമുക്ക് ഡ്രില്ലിങ് അല്ലെങ്കിൽ ഓയിൽ ഭൂമിക്കടിയിൽ എടുക്കൽ മാത്രം. അവിടെ കടലിൽ മാത്രമല്ല ഓയിൽ, കരയിൽ ഓയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും കൃത്യമായിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കി. സാറേ, അതുപോലെ ഈ ഇപ്പോൾ ധാരാളം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു മേഖലയായിട്ട് ഇപ്പോഴും ഇപ്പോൾ ആളുകൾ കൂടുതൽ ഇതിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ള മേഖലയിലൊക്കെ വർക്ക് ചെയ്തിട്ട് ആളുകൾ കൂടുതൽ ഈ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലോട്ടൊക്കെ വരുന്നു. അപ്പോൾ ഈ ധാരാളം മൾട്ടിനാഷണൽ കമ്പനി ഇന്ത്യക്ക് പുറത്ത് പണ്ട് തൊട്ടേ വ്യാപകമായിട്ട് നല്ല രീതിയിൽ കുതിച്ചുയർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം അത്രയും മാത്രം ബിസിനസ് അതിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ധാരാളം ഇപ്പോൾ ONGC അതുപോലെ റിലയൻസ് ഒക്കെ ആയിക്കോട്ടെ, പല കമ്പനികളും ധാരാളം പല സ്ഥലത്തും എക്സ്പ്ലോറേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം അതെന്താ അങ്ങനെ ഒരു വ്യത്യാസം കൂടുതൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്? കാരണം വെച്ചാൽ ഏതാണ്ട് 230 വർഷമായി ഓയിൽ കണ്ടുപിടിച്ചിട്ട്. ഓയിൽ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചത് അമേരിക്കയിൽ പെൻസിൽവേനിയ എന്ന സ്ഥലത്താണ് ഈ ഓയിൽ ഭൂമിക്കടിയിലുണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കുന്നത്. അത്രയും വർഷം 230 വർഷമായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടി വന്ന് പല സ്ഥലത്തും ഓയിൽ ധാരാളം കണ്ടുപിടിച്ചു. ഇന്ന് കാണുന്ന കണ്ടുപിടിച്ചിരിക്കുന്ന റിസർവോയർ വെച്ചിട്ട് അടുത്ത 100 വർഷത്തേക്കുള്ള ഓയിൽ ഭൂമിക്കടിയിൽ ഓൾറെഡി ഉണ്ട്. പല സ്ഥലങ്ങളിലായിട്ടുണ്ട്, കടലിലുണ്ട്, കരയിലുണ്ട്, എല്ലാ ഉപഭൂഖണ്ഡത്തിലുമുണ്ട്, ആഫ്രിക്കയിലുമുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഓയിൽ ഭൂമിക്കടിയിലുള്ളതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തെടുത്താൽ ചീപ്പാണ്. ബാക്കിയുള്ള ഏത് എനർജി നമ്മൾ ഉണ്ടാക്കുന്നതും എക്സ്പെൻസീവാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും പെട്രോളും ഡീസലും മാത്രം ഉപയോഗിച്ചിരുന്നത്? ഇപ്പോഴല്ലേ നമ്മൾ ഇലക്ട്രിക്കൽ കാറുകൾ വരാൻ തുടങ്ങിയതിൻ്റെ കാരണം എന്താ? ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് എക്സ്പെൻസീവാണത്. മറ്റത് $1 ബാരൽ ഡോളറിന്, $1 ബാരൽ ക്രൂഡ് ഓയിലിന് അന്നത്തെ വില, ആ സമയത്തെല്ലാം വില $8. അതാണ് ഇപ്പോൾ $80 വന്ന് നിൽക്കുന്നത്. ഇപ്പോഴത്തെ വില $80. അപ്പോൾ ഈ താഴേന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന എനർജി, ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുക, ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുക, അത് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൂടി. അതുകൊണ്ടാണ് നമ്മൾ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരാനും എല്ലാ രാജ്യങ്ങളും, നമ്മൾ അമേരിക്കൻ കമ്പനിയുണ്ട് ഓക്സിഡൻ്റൽ പെട്രോളിയം, ഡച്ച് കമ്പനിയുണ്ട് എൽഫ് എന്ന് പറയും, പിന്നെ ബർമ ഷെല്ല്, റോയൽ ഡച്ച് ഷെല്ലുണ്ട്, അരാംകോ കമ്പനിയുണ്ട്. ഇങ്ങനെ ഈ കമ്പനികൾ ധാരാളം ചൈനീസ് കമ്പനികളുണ്ട്, ബ്രിട്ടനിൽ കമ്പനികൾ ധാരാളമുണ്ട് ഓയിൽ പ്രൊഡ്യൂസിങ്. ഇന്ത്യയെ തന്നെ എടുത്താൽ SR ഓയിൽ കമ്പനി, പിന്നെ അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം, ഇങ്ങനെ ധാരാളം കമ്പനികൾ ഇന്ത്യയിലും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ആവശ്യമുള്ള ഓയിലിൻ്റെ ഒരു 10% താഴെ നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 90% നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ് ചെയ്തത് പണി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ധാരാളം ഡ്രില്ലിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാവേരി ബേസിൽ, ഹൈദരാബാദിൽ, ആന്ധ്ര ഏരിയയിലെല്ലാം ബേ ഓഫ് ബംഗാളിൽ ധാരാളം ഓയിൽ റിസർവ് ഉള്ളതായിട്ട് കണ്ടുപിടിച്ച് അവിടെ 25 വെല്ല് ഇപ്പം ഡ്രില്ലിങ് നടന്നുകൊണ്ടിരിക്കുക. അതൊരു 6 മാസം കൂടി കഴിയുമ്പോൾ അതിൽ നിന്ന് പ്രൊഡക്ഷൻ വന്നു തുടങ്ങും. അപ്പോൾ നമ്മുടെ ഈ ഇപ്പം കിട്ടുന്ന 10% എന്നുള്ളത് 25-30% വരെയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പുറത്തേക്ക് പോകുന്ന പണം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ജോബ് പ്രസൻറ്റ് വളരെ കൂടുതലായിട്ട് വരികയാണ്. ഇപ്പോൾ ഇന്ത്യയാണ് ഏറ്റവും വലിയ ഓയിൽ കൺസപ്ഷൻ ഉപയോഗിക്കുന്ന രാജ്യം. ചൈന കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. സാർ, അതുപോലെ എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് ഓരോ പൊസിഷൻസ് ഉണ്ട്. ഏതൊക്കെ ജോബുകളിലായിട്ടാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഈ ചെറിയൊരു ഷോർട്ട് ടൈം കോഴ്സ് ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം സ്കില്ലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയി. പണ്ട് കാലത്ത് പറഞ്ഞാൽ ധാരാളം ആളുകൾ ഈ 4 വർഷ കോഴ്സുകൾ, 3 വർഷത്തെ കോഴ്സുകൾക്കൊക്കെ പോകുന്നതിന് പകരം ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ ടെക്നിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ സ്കില്ല് ചെയ്യുക, പെട്ടെന്ന് സർട്ടിഫൈഡ് ആയിട്ട്
ജോബിന് പോകുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ എന്തൊക്കെ മേഖലകളിലോട്ട് ഏതൊക്കെ പോസ്റ്റുകളാണ് ഇതിനകത്ത് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ വരുന്നത്? അതെ, ഈ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലുള്ള ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ അനന്തമായിട്ടുള്ള ജോലി സാധ്യതയാണ്. ഏത് ഡ്രില്ലിങ് തുടങ്ങിയതിന് മുമ്പുള്ള എക്സ്പ്ലോറേഷൻ തുടങ്ങി ജോലി സാധ്യതയുണ്ട്. ജിയോളജി പഠിച്ചവർക്കെല്ലാം ആ എക്സ്പ്ലോറേഷനിലാണ് ജോലി കിട്ടുന്നത്. ജിയോളജിസ്റ്റായിട്ടും ജിയോഫിസിസ്റ്റായിട്ടും മറ്റേ സ്കാനിങ്, അതായത് സീസ്മിക് സർവേ നടത്താനൊക്കെയുള്ള ജോലി അവിടെ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡ്രില്ലിങ്ങിലാണ്. ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രില്ലിംഗ് മഡ് എഞ്ചിനീയർ, മഡ് ടെക്നീഷ്യൻ, മഡ് കെമിസ്റ്റ്, പിന്നെ റോസ്റ്റ് അബൌട്ട് എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്ന ജോലിയാണ് റോസ്റ്റ് അബൌട്ട് എന്ന് പറയുന്നത്. കമ്പനി ഇങ്ങനെ ഒരു 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 25-30 പൊസിഷൻസ് ഈ ഓഫ് ഷോറിൽ തന്നെ ഉണ്ട്. അതിൽ മെയിനായിട്ട് അവർ നോക്കുന്നത് നിങ്ങളുടെ M.Tech-ഓ B.Tech-ഓ PhD ഒന്നും അല്ല അവർ നോക്കുന്നത്. ആർ യു ട്രെയിൻഡ്? ഈ ട്രെയിനിങ് പ്രോപ്പറായിട്ട് കിട്ടിയവരാണോ? ഈ ഡ്രില്ലിംഗ് ഏരിയയിൽ വർക്ക് ചെയ്യാനുള്ള സേഫ്റ്റിയെ പറ്റിയെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണോ എന്ന് കണ്ടാൽ മാത്രമേ ആ ജോലിക്ക് വയ്ക്കുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസാണ്, ഹസാർഡ് ജോലിയാണ്. 4 ഡേഞ്ചറാണ്, 4 അപകടമാണ് ഈ ഓയിൽ കമ്പനിയിലുള്ളത്, അല്ലെങ്കിൽ 5 അപകടമാണുള്ളത്. അത് ഏതൊക്കെയാണ്? ഒന്ന് ഹൈഡ്രോ കാർബൺ, പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനമാണ് ഹൈഡ്രോ കാർബൺ. ഹസാർഡ് മെക്കാനിക്കൽ മെഷീൻസ് ധാരാളമുണ്ട്, കംപ്രസർ, പമ്പ്, പൈപ്പ് ലൈൻ ഒക്കെ ഹസാർഡാണ്, ഡേഞ്ചറസാണ്. ഇലക്ട്രിസിറ്റി ധാരാളം ഉപയോഗിക്കുന്നുണ്ട്, കെമിക്കൽസ് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്, എൻവയറമെൻറ്റ്, അന്തരീക്ഷം. ഈ 5 ഹസാർഡിൽ ഏത് ഹസാർഡാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഹസാർഡിനെ കൺട്രോൾ ചെയ്യുക, അതിന് പ്രിക്കോഷൻസ് എടുക്കുക. ഇതാണ് ജോലി. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് വരുന്ന ഒരാൾക്ക് നേരിട്ട് എങ്ങനെ ജോലിക്ക് വയ്ക്കാൻ പറ്റും? അപ്പോൾ അവൻ ഇതിനെപ്പറ്റി പഠിക്കണം. ഈ ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലം വർക്ക് സൈറ്റ് സേഫ്റ്റി പഠിക്കണം ആദ്യമായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് സേഫ്റ്റി, വർക്ക് ചെയ്യുന്നത് സേഫായിട്ട് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. ഇത് രണ്ടും പഠിച്ച് സേഫ്റ്റിയെ പറ്റി നല്ലൊരു അവയർനെസ് കിട്ടിയവർ മാത്രമേ ഓഫ് ഷോറിലും ഓൺ ഷോറിലും ജോലിക്ക് വയ്ക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ B.Tech പാസ്സാണ്, കെമിക്കൽ എഞ്ചിനീയറാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടെന്താ? അതിന് സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു രേഖ കിട്ടും. അതുകൊണ്ട് ജോലി അറിയില്ലല്ലോ, ജോലിക്ക് കിട്ടില്ല. അതേപോലെ നിങ്ങൾ ടെക്സ്റ്റോറിൽ വന്ന് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു MBBS ഡോക്ടർ, ആ ഡോക്ടർ MBBS പാസ്സായതുകൊണ്ട് ആരെങ്കിലും ആ ഡോക്ടറുടെ അടുത്ത് പോവുമോ ട്രീറ്റ്മെൻറ്റിന്? നമ്മൾ പോകുന്നതല്ല സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത്, കാർഡിയ സ്പെഷ്യലിസ്റ്റ്, ഓർത്തോ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ ടെക്സ്റ്റോർ കൊടുക്കുന്നത്. സ്പെഷ്യലിസ്റ്റ് ജോലി, ആ പ്രത്യേക ജോലിയാണ് കൊടുക്കുന്നത്. ആ ഓയിൽ കമ്പനിയിൽ ഇന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. അതിൻ്റെ മാത്രമല്ല ട്രെയിനിങ് കൊടുക്കുക, വെറുതെ ട്രെയിനിങ് കൊടുക്കുക, നോളജ് കൊടുക്കുകയല്ല ചെയ്യണത്. നോളജ് കൊടുക്കൽ മാത്രമല്ല, വൈദഗ്ധ്യം, ഈ 44 വർഷത്തെ വൈദഗ്ധ്യം അവിടെ ഷെയർ ചെയ്യുകയാണ് ചെയ്യണം. ആ വൈദഗ്ധ്യം കൊടുത്ത്, അതായത് സ്കില്ല്. അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നത് എന്താണ്? എക്സ്പീരിയൻസ്. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. തീ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഫയർ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്, ആൾ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്, എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ, ആ എക്സ്പീരിയൻസ് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഈ 3 എണ്ണം ഏതൊക്കെയാണ്? നോളേജ്, സ്കില്ല്, എക്സ്പീരിയൻസ്. ഇത് 3ഉം കിട്ടിക്കഴിഞ്ഞാൽ ആ ആൾ ആരായി? ഹി ഈസ് എ കോമ്പിറ്റൻറ്റ് പേഴ്സൺ. ജോലി ചെയ്യാൻ, റോയൽ കമ്പനി ജോലി ചെയ്യാൻ കോമ്പിറ്റൻ്റായി. അതാണ് വേണ്ടത്. ആ കോമ്പിറ്റൻസി കൊടുക്കുകയാണ് ടെക്സ്റ്റോറിൻ്റെ ജോലി. അതാണ് ട്രെയിനർ എന്നുള്ള നിലയ്ക്ക്, ഇൻസ്ട്രക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജോലി. ഈ ട്രെയിനിങ് എല്ലാം കൊടുക്കുമ്പോൾ വഴി പോയവർക്കൊന്നും ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല. അതിനൊക്കെ സർട്ടിഫിക്കേഷൻ വേണം. ഇവിടെ എഡക്സൽ UK അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, പഠിപ്പിക്കാനായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, A1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതെല്ലാം കിട്ടിയ ട്രെയിനേഴ്സാണ് ടെക്സ്റ്റോറിലുള്ളത്, ഇൻ്റർനാഷണലി അപ്രൂവ്ഡാണ്. മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്ന സിലബസ് ഈ അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവരെല്ലാം കൊടുക്കുന്ന ആ അതേ സിലബസ് IHRDCയിൽ ബോസ്റ്റൺ USA, അതുപോലെ എല്ലാ ഇൻ്റർനാഷണൽ ബോഡി കൊടുക്കുന്ന സിലബസ്, അതേ സിലബസ് വെച്ചിട്ട് ഞാൻ വിദേശത്തെല്ലാം പഠിപ്പിച്ച അതേ സിലബസ് വെച്ചിട്ടാണ് ടെക്സ്റ്റോറിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സിലബസ്. ഒരു കാര്യം ചോദിച്ചു സാർ, അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചൊരു വലിയൊരു എക്സ്പെക്റ്റേഷൻ കൂടി വരുന്നു. അപ്പോൾ ഒരുപാട് ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങിയതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 15 വർഷത്തെ ഒരു പരിചയത്തിൽ നിന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ വന്നിരിക്കുകയാണ്. അങ്ങേപോലെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറായിട്ടുള്ള ആളുകളെ വളരെ കുറവാണ് നമ്മളെ സംബന്ധിച്ച് മറ്റ് മാർക്കറ്റുകളിലുള്ള പേഴ്സണാലിറ്റീസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളുടെ സ്റ്റുഡൻസിനെ ആംഗിളിൽ നമ്മളുടെ സാറിൻ്റെ ഒരു എക്സ്പോഷർ എത്രത്തോളം നമുക്കത് എൻകാഷ് ചെയ്യാനായിട്ട് സ്റ്റുഡൻസിന് സാധിക്കും എന്നുള്ളത്?
അതൊരു പൊതുവേ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, കൃത്യമായിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ ഈ 44 വർഷം കൊണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ അവരുടെ പരീക്ഷ നടത്താനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇൻ്റർനാഷണലായിട്ട്, ഇന്ത്യയിൽ തന്നെയല്ല പുറത്തും. മാത്രമല്ല നമ്മളുടെ ആ കൊടുക്കുന്ന നോളേജ് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് അപാരമായിട്ടുള്ള ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടെക്സ്റ്റോറിനുള്ള പ്രത്യേകത മറ്റുള്ള സ്ഥാപനങ്ങളിൽ വ്യത്യാസത എന്താണെന്ന് വെച്ചാൽ, ജോലി ചെയ്ത ആളുകളാണ്, വർഷങ്ങളോളം ജോലി ചെയ്ത ആളുകളാണ് ആ ജോലി പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഈ ട്രെയിനിങ്ങിൽ നിന്നാണ്. ആ ട്രെയിനിങ് കിട്ടിയവർക്ക് മാത്രമേ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. ചോദ്യത്തിൻ്റെ പ്രധാന ഘടകം എന്തായിരുന്നു? പ്രധാന ഘടകം നമ്മളൊരു കമ്പാരിസൺ, മാർക്കറ്റിൽ കമ്പാരിസൺ, നമ്മളുടെ എക്സ്പെർട്ടൈസ് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ സാറിൻ്റെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ റിയലി ആ സ്റ്റുഡൻസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതെ 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 അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എൻ്റെ നോളേജ് എനിക്ക് ഷെയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഐ ആം മോർ ഹാപ്പി. കാരണം എൻ്റെ നോളജാണ് അവർക്ക് കൊടുക്കുന്നവർക്ക്. അവർക്ക് ആ നോളജ് കിട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്. ഞാനെപ്പോഴും പഠിപ്പിക്കുമ്പോൾ അവരുടെ പാരൻസ് എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. ആ പാരൻസ് എപ്പോഴും പറയും, സാറേ എങ്ങനെയുണ്ട് ക്ലാസ്? ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന ആ വൈദഗ്ധ്യം, ആ എക്സ്പീരിയൻസ്, ആ നോളജ് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, അതാണ് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. മാത്രമല്ല നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം, കൊടുക്കുന്ന ട്രെയിനിങ് എല്ലാം റെക്കോർഡ് ചെയ്യണം. അത് റെക്കോർഡ് ചെയ്തിട്ട് ഏതെങ്കിലും കാരണവശാൽ അവർക്ക് ഭാവിയിൽ ആവശ്യം വന്ന് നമ്മൾ കൊടുക്കും. ഇതാണ് ക്ലാസ്, ഇതാണ് നിങ്ങൾ ഇന്നലെ നടന്ന ക്ലാസ്, മിനിഞ്ഞാന്ന് നടന്ന ക്ലാസ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത കേട്ടിട്ട് അറിയാൻ പാടില്ലെങ്കിൽ നാളെ ചോദിക്കുക, സംശയങ്ങൾ ചോദിക്കുക. ഇത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചെയ്യുന്നത്? ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചെയ്യില്ല. കാരണം അവർ പേടി എന്താ, ഈ റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ വേറെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉപയോഗിക്കില്ലേ എന്ന് ഓർത്തിട്ടാണ് അവർ. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് പ്രോപ്പർ ട്രെയിനിങ്, പ്രോപ്പർ സ്ട്രക്ചർ ട്രെയിനിങ്, ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് ട്രെയിനിങ് ആണ് നമ്മൾ ഉദാഹരണം. അതാണ് അതിൻ്റെ പ്രത്യേകത, മറ്റുള്ളതായിട്ട് വേറിട്ട് നിൽക്കുന്നതിൻ്റെ കാര്യമാണ്. സാർ അതേപോലെ തന്നെ ഈ ധാരാളം, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ചെറിയൊരു കണ്ടന്റ് ഞാനിങ്ങോട്ട് പറിച്ചു മാറ്റുവാണ്. കാരണം സാറിൻ്റെ ഒരു ഡിസ്കഷൻ വളരെ സൂപ്പറായിരുന്നു. കാരണം അത്രയും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കയറി വരുന്നുണ്ട്. അപ്പം ഈ മറ്റുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്, ഇപ്പം നമുക്ക് പണ്ട് കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ പോയിട്ട് ഇതിനു വേണ്ടി മാത്രം പോകുന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ പണ്ട് വർക്ക് ചെയ്ത്, ഇപ്പോൾ ജസ്റ്റ് ഉദാഹരണം പറയുന്നത് അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അക്കൗണ്ടൻ്റ് ആയിട്ട് പോയിട്ട് പെട്ടെന്ന് നമുക്ക് വർക്കിംഗ് പ്രൊഫഷണൽസ്, പല മേഖലയിലുള്ള വർക്കിംഗ് പ്രൊഫഷണൽസ് നേരെ ഈ പെട്രോളിയം ഇൻഡസ്ട്രിയിലോട്ട് കുതിച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം എന്തായിരിക്കാം? കാരണമുണ്ട്. കാരണം വെച്ചാൽ പെട്രോളിയം ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത്, ഫെസിലിറ്റീസ് കിട്ടുന്നത്, ലീവ് ഫെസിലിറ്റി, മെഡിക്കൽ ഫെസിലിറ്റി, സാലറി എല്ലാം നമുക്ക് കിട്ടുന്നത് ഈ ഓയിൽ കമ്പനികളിലാണ്. കാരണം എന്താ അതിൻ്റെ റീസൺ? കാരണം ഓയിൽ പ്രൊഡക്ഷൻ ഈസ് എ ഡേഞ്ചറസ് ജോബ്, ഹസാർഡസ് ജോബാണ്. അവിടെ നമ്മുടെ ജീവൻ വരെയും പണയം വെച്ചിട്ടാണ് നമ്മളവിടെ ജോലി ചെയ്യുന്നത്. പക്ഷെ അതിനുള്ള റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുതൽ കിട്ടുമ്പോൾ ബെനിഫിറ്റ് കൂടും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് റിസ്ക് ആൻഡ് ഹസാർഡ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പഠിപ്പിക്കും. ഹസാർഡും റിസ്ക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലാണ്. ആ റിസ്ക് കൂടുതലുള്ളത് കൊണ്ട് സാലറി കൂടുതലാണ്. നമ്മളിപ്പോൾ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവർക്ക് ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വെറുതെ വീട്ടിലിരിക്കുന്നവർക്കൊന്നും ഫ്യൂച്ചർ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ഭാവി ശരിയാക്കണമെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണം. ആ റിസ്ക് എടുക്കാൻ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഫീൽഡാണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ്. അതിൽ വർക്ക് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റും മോണിറ്ററി അഡ്വാൻസും ഫ്യൂച്ചർ സ്കോപ്പും എല്ലാം. അതുകൊണ്ട് എല്ലാവരും ഓയിലിലേക്ക് വരുന്നത്. എല്ലാവരും ഓയിലിലേക്ക് വരാൻ കാരണം മറ്റുള്ള ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക് വരും. കാരണം വെച്ചാൽ അവിടെ കൂടുതൽ സാലറി കിട്ടും, കൂടുതൽ ബെനിഫിറ്റ് കിട്ടും, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടും, എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ ഓഫ് ഷോർ എന്ന് പറഞ്ഞില്ലേ, ഈ ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ ഒരു 7 സ്റ്റാർ ഹോട്ടൽ കടലിൻ്റെ നടുക്ക് പണിതാൽ ഇങ്ങനെ ഇരിക്കും. അത്രമാത്രം ഫെസിലിറ്റിയാണ് അവിടെയുള്ളത്. ഒരു 7 സ്റ്റാർ ഹോട്ടലായ ഡൈനിങ് ഹാളായിക്കോട്ടെ, താമസിക്കുന്ന സൗകര്യങ്ങളായിക്കോട്ടെ, നമ്മൾ താമസിക്കുന്ന മുറികളായിക്കോട്ടെ, ഓഫീസായിക്കോട്ടെ, എല്ലാം ഒരു 7 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു സെറ്റപ്പായിരിക്കും. ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന അബുദാബിയിൽ ഓം ഷെയ്ഫ് സൂപ്പർ കോംപ്ലക്സ് ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ കിട്ടും, ഓം ഷെയ്ഫ് സൂപ്പർ കോംപ്ലക്സ്. അതുപോലെ സാക്കൂം സൂപ്പർ കോംപ്ലക്സ്. ഇതൊക്കെ ഇൻ്റർനാഷണലി വളരെ വെൽ നോൺ ഓഫ് ഷോറുകളാണ്. പിന്നെ ഇന്ത്യയിലുണ്ട് ONGCയുടെ ബോംബെ ഹൈലുണ്ട്, അബാൻ
3, എബാൻ 4 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതെല്ലാം ഫെസിലിറ്റി വഴിക്ക് വളരെ കൂടുതലായിരിക്കും. കൂടുതൽ ഫെസിലിറ്റി, കാരണം നമ്മൾ ലോകത്തിൽ നിന്ന് വിട്ട് മാറി നിന്നൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യും. കാരണം വെച്ചാൽ എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യും. ഹെലികോപ്റ്ററിൽ വരുന്നു പോകുന്നു. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഓംഷോയിഫ് എന്ന് പറഞ്ഞ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു ഉച്ചവരെയും പഠിപ്പിച്ച് ഹെലികോപ്റ്ററിലേക്ക് അരമണിക്കൂർ 3/4 മണിക്കൂർ യാത്ര ചെയ്ത് അടുത്ത പ്ലാറ്റ്ഫോമിൽ വരുന്നു. സ്റ്റുഡൻസിനെയും കൊണ്ട് വെല്ലി പോകുന്നു. കടലിലാണ് വെല്ലെല്ലാം. വെല്ലി കൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, തുറക്കുന്ന എങ്ങനെ അടയ്ക്കുന്നതെന്ന് പഠിപ്പിക്കുന്ന എല്ലാം ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്യുന്ന മുഴുവനും. അപ്പോൾ അതും അപകടമല്ലേ? ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമ്പോഴും ഡേഞ്ചറസ് അല്ലേ? കാല് തെറ്റി വീണാലും എന്തായാലും കടലിലല്ലേ വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഓഫ് ഷോറിൽ ജോലി ചെയ്യണവൻ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഈ ട്രെയിനിങ് കോഴ്സ് മാത്രമല്ല, എങ്ങനെയാണ് സീ സർവൈവൽ കോഴ്സ്, കടലിൽ വീണാൽ എങ്ങനെ രക്ഷപ്പെടണം, അതാണ് സീ സർവൈവൽ കോഴ്സ്. ഒരാഴ്ചത്തെ കോഴ്സാണത്. സാർ, ഇപ്പോൾ അതുപോലെ തന്നെ അടുത്ത് എനിക്ക് സാറിനോട് ചോദിക്കാൻ വളരെ വലിയൊരു ഡിസ്കഷനിൽ ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. എങ്കിൽ തന്നെ എനിക്ക് കൂടുതലും ഇപ്പോൾ ആളുകൾ പോകുന്ന ഒരു മേഖലയാണ് സേഫ്റ്റി എന്നുള്ള മേഖല. കാരണം ഒരുപാട് പേര് ഇപ്പം എസ്പെഷ്യലി ധാരാളം പ്രോജക്ട്സുകൾ, നേരത്തെ ഖത്തറായിരുന്നു, ഇപ്പോൾ സൗദി ധാരാളം, ഇപ്പോൾ നമ്മളെ റിക്രൂട്ട്മെൻറ്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ്സിലൊക്കെ നമ്മൾ വളരെ പയനീറായിട്ട് കയറി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മിഡിൽ ഈസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ധാരാളം ഈ സേഫ്റ്റിക്കാരെ എടുക്കുന്നുണ്ട് എല്ലാ ഇൻഡസ്ട്രീസും. എസ്പെഷ്യലി പെർമിറ്റ് റിസീവർ ധാരാളം കയറി പോകുന്നുണ്ട്. അതുപോലെ ഫയർ വാച്ചർ, വോൾ വാച്ചർ, അതേപോലെ തന്നെ സേഫ്റ്റി സൂപ്പർവൈസർ, അങ്ങനെ പല കാറ്റഗറിയിൽ റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സും അതുപോലെ തന്നെ HSE, അപ്പോൾ അതൊക്കെ ഒന്ന് സാറൊന്ന് എന്താണ് എന്നുള്ളതും. അതെ, ഒരു ജോലി കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അതും പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് HSE ആണ്, ഫയർ ആൻഡ് സേഫ്റ്റി. കാരണം ഹൈഡ്രോ കാർബണാണല്ലേ. ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബണുമാണ്. ഹൈഡ്രോ കാർബൺ തീ പിടിക്കുന്ന സാധനമാണ്. അത് HSE എന്ന് പറഞ്ഞാൽ ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് എൻവയറമെൻറ്റ്സ്. ഹെൽത്ത് എന്താണ്? അതായത് ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഹെൽത്ത് പരിശോധിക്കും. നിങ്ങൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. നിങ്ങൾ ഹെൽത്തി ആയിരിക്കണം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ഹെൽത്തി ആയിരിക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്നത് ഹെൽത്തി ആയിരിക്കണം. നിങ്ങൾ ഹെൽത്തി ആയിരിക്കണം. അതാണ് Hൻ്റെ അർത്ഥം. സേഫ്റ്റി ഞാനെപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഒരു മുദ്രാവാക്യം പഠിപ്പിക്കും. എല്ലാ സ്റ്റുഡൻസിനും, പഠിച്ച സ്റ്റുഡൻസിന്, ആയിരക്കണക്കിന് സ്റ്റുഡൻസിന് ആ മുദ്രാവാക്യം അറിയാം. സേഫ്റ്റി ഫസ്റ്റ്, പ്രൊഡക്ഷൻ മസ്റ്റ്. അതെപ്പോഴും ഞാൻ കഴിഞ്ഞ 44 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. സേഫ്റ്റി ഫസ്റ്റ്, പ്രൊഡക്ഷൻ മസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സേഫ്റ്റിയിലായിരിക്കണം ചെയ്യണം, സേഫായിരിക്കണം. വെറുതെ ഇരിക്കാനല്ല, ജോലി ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ എടുത്തുകൊണ്ട് സേഫായിരിക്കും. അല്ല വീട്ടിൽ വെറുതെ ഇരുന്നാലും സേഫാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല HSE എന്ന് പറയുമ്പോൾ സേഫ്റ്റി, പിന്നെ ഈ എൻവയറമെൻറ്റ്, നമ്മൾ ജോലി ചെയ്യുന്ന എൻവയറമെൻറ്റ് സേഫായിരിക്കണം അല്ലേ? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, താമസിക്കുന്ന സ്ഥലം, ജോലി ചെയ്യുന്ന ഏരിയ ഒക്കെ സേഫായിരിക്കണം. അൺസേഫ് ആവാൻ പാടില്ല. അതാണ് HSE. ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഫയർ ആൻഡ് സേഫ്റ്റി അല്ല. ഓയിൽ ആൻഡ് ഗ്യാസ് പഠിപ്പിക്കുമ്പോൾ, അതായത് നിങ്ങളൊരു തീപിടുത്തം കണ്ടു, വേറെ ആരും കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടു, എന്ത് ചെയ്യും? വാട്ട് ഐ ഷുഡ് ഡു. അല്ലെങ്കിൽ നിങ്ങളൊരു ആക്സിഡൻറ്റ് കണ്ടു, നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻസിഡൻറ്റ് കണ്ടു, എന്താണ് ആക്സിഡൻറ്റ്, എന്താണ് ഇൻസിഡൻറ്റ് എന്ന് ഞാൻ പഠിപ്പിക്കും. നഷ്ടങ്ങളുണ്ടാകുന്നതാണ് ആക്സിഡൻറ്റ്. നഷ്ടമൊന്നും ഉണ്ടായില്ലെങ്കിൽ അത് ഇൻസിഡൻറ്റ് എന്ന് പറയും. നമ്മളൊരു സംഭവം എന്ന് രണ്ടും മലയാളത്തിൽ പറയും അതിനകത്ത്. അതുകൊണ്ട് ഫയർ ആൻഡ് സേഫ്റ്റിയെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൗ ടു വർക്ക് സേഫ്ലി, അതായത് വർക്ക് സൈറ്റ് സേഫ്റ്റി, ജോലി ചെയ്യുന്ന തരത്തിൻ്റെ സേഫ്റ്റി ആദ്യം അറിഞ്ഞിരിക്കണം. 2, വർക്കിംഗ് സേഫ്റ്റി, ജോലി ചെയ്യുന്നത് എങ്ങനെ സേഫായിട്ട് എങ്ങനെ ജോലി ചെയ്യണം അതറിഞ്ഞിരിക്കണം. പിന്നെ സാറ് പറഞ്ഞതുപോലെ പെർമിറ്റ് സിസ്റ്റം. നമ്മൾ ഈ ഓയിൽ കമ്പനികളിലോ ഏത് കമ്പനി ആയാലും, ഓയിൽ കമ്പനി തന്നെയൊന്നുമല്ല, ലോകത്തിലെ ഏത് കമ്പനി ജോലി ചെയ്യുമ്പോഴും ഒരു സിസ്റ്റം ഉള്ളത് പെർമിറ്റ് സിസ്റ്റം, PTW, പെർമിറ്റ് ടു വർക്ക്. എന്ത് ജോലി ചെയ്യണമെങ്കിലും, വെറുതെ കാണാൻ പോവുകയാണെങ്കിലും, വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിലും പെർമിഷൻ എടുക്കണം. അതാണ് പെർമിറ്റ് ടു വർക്ക്. അതായത് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നു, ഇപ്പോൾ ഞാനൊരു മെക്കാനിക്കാണ്, എനിക്ക് വർക്ക് ചെയ്യാൻ പോകണം, വർക്ക് ചെയ്യണമെങ്കിൽ അനുവാദം വേണം. നമുക്കൊരു അനുവാദം കിട്ടണം. ആ അനുവാദമാണ് PTW, ആ പെർമിറ്റ് ടു വർക്ക്. പല കാര്യങ്ങളും ചെക്ക് ചെയ്യണം. എന്നെല്ലാ സേഫ്റ്റി, ആ ജോലി ചെയ്യാൻ പോകുന്ന ആളുടെ സേഫ്റ്റി എല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് അവന് പെർമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവൻ പെർമിറ്റ് റിസീവ് ചെയ്യുന്നു. പെർമിറ്റ് റിസീവ് ചെയ്യാൽ അവന് പോയി ജോലി ചെയ്യാം.
പക്ഷെ ജോലിക്ക് മുമ്പ് അവന് പെർമിഷൻ എടുക്കണം. ഞാൻ ഈ ജോലി ചെയ്യാൻ വന്നിരിക്കുന്നു, ഞാൻ ഇന്നതാണ് എൻ്റെ ജോലി, അത് ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ജോലി ചെയ്യാനായിട്ട് എനിക്ക് അനുവാദം തരണമേ എന്നാണ് ചോദിക്കുന്നത്, പെർമിറ്റ് ടു വർക്ക്. അപ്പോൾ ഇയാൾ ആ ജോലിസ്ഥൻ്റെ ഉടമസ്ഥൻ ആ ഏരിയ മുഴുവൻ പരിശോധിച്ച് ഇവന് ജോലി ചെയ്യാൻ സേഫാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവന് പെർമിറ്റ് കൊടുക്കുന്നു, ഇഷ്യൂ ചെയ്യുന്നു. പെർമിറ്റ് റിസീവറുണ്ട്, പെർമിറ്റ് ഇഷ്യൂവറുണ്ട്, രണ്ടുമുണ്ട്. പെർമിറ്റ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ആളുണ്ട്, ഒരു ജോലിയുണ്ട്. അതായത് ഇത് രണ്ടും സ്റ്റഡി ചെയ്ത് പെർമിറ്റ് അനുവദിക്കുന്ന ആളാണ് പെർമിറ്റ് കോർഡിനേറ്റർ. അങ്ങനെ പെർമിറ്റ് ഒരു വലിയൊരു സബ്ജക്റ്റാണ്. വാട്ട് ഈസ് PTW എന്നൊരു ചോദ്യം ഇൻ്റർവ്യൂവിന് ചോദിച്ചാൽ, എന്താണ് പെർമിറ്റ് വർക്ക് ചോദിച്ചാൽ മറുപടി എന്താ? ഇറ്റ് ഈസ് എ ഫോർമൽ ഡോക്യുമെൻറ്റ്. അതൊരു നിർബന്ധമായിട്ടൊരു ഡോക്യുമെൻ്റാണ്, ഒരു രേഖയാണത്. എന്ത്? ടു ഡൂ ദ വർക്ക് സേഫ്ലി ആൻഡ് റെക്കോർഡ്. സേഫായിട്ട് ചെയ്യാനായിട്ടും ആ ജോലി ചെയ്തു എന്നുള്ളതിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ടുള്ള രേഖേനെയാണ് ഈ PTW എന്ന് പറയുന്നത്. അതില്ലാണ്ട് ജോലി ഒരു സ്ഥലത്തും കൊച്ചിൻ റിഫൈനറി ആയാലും ശരി, ഇന്ത്യയിലായാലും ശരി, വിദേശത്തായാലും പെർമിറ്റിലാണ് ചെയ്യാൻ പറ്റില്ല. 2 തരം പെർമിറ്റ് ഉണ്ട്. ചില ജോലി ഭയങ്കര അപകടം പിടിച്ച ജോലിയാണ്. ഫയർ, ചിലപ്പോൾ ജോലി ചെയ്യുന്നത് തീ കൊണ്ടായിരിക്കും ജോലി ചെയ്യുന്നത്. വെൽഡിങ് ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിൽ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ഏരിയ. അതിന് നമ്മൾ വിളിക്കും ഹോട്ട് വർക്ക് എന്ന് പറയും. ചിലപ്പോൾ പൈപ്പ് മുറുക്കാനായിരിക്കും, വാൽവ് ചേഞ്ച് ചെയ്യാനായിരിക്കും. അത് തീയല്ല, തീൻ്റെ ആവശ്യമില്ല, ഫയറില്ല. അപ്പോൾ അതിന് കോൾഡ് വർക്ക് എന്ന് പറയും. അപ്പോൾ ഹോട്ട് വർക്ക് ആൻഡ് കോൾഡ് വർക്ക്, അതാ പെർമിറ്റ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓയിൽ ആൻഡ് ഗ്യാസ് പഠിക്കാനവനെ ആദ്യം പഠിപ്പിക്കുന്ന അതാണ് ഈ പെർമിറ്റ്. മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം, ജോലി സ്ഥലത്ത് ചിലപ്പോൾ ഷട്ട് ഡൗൺ ജോബ് ഉണ്ടാവും. ചില ഷട്ട് ഡൗൺ ജോബുകൾ വർഷത്തിലൊരിക്കൽ ഈ ഓയിൽ കമ്പനികളൊക്കെ നിർത്തിയിടും. ഒരു ദിവസം എല്ലാ എക്യുപ്മെൻറ്റും തുറന്ന് പരിശോധിക്കും, എല്ലാ പൈപ്പും തുറന്ന് പരിശോധിക്കും, എല്ലാ കംപ്രസറും മെയിൻ്റനൻസും എല്ലാം മെയിൻ്റനൻസ് നടത്തും. 2 ദിവസം 3 ദിവസം 4 ദിവസമൊക്കെ എടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഈ കമ്പനികളും ഈ എക്യുപ്മെൻറ്റും ഈ എംപ്ലോയീസൊക്കെ ഇൻഷുർഡാണ്. ആ ഇൻഷുറൻസ് കമ്പനിക്ക് രേഖ കൊടുക്കണം, അടുത്ത 2 വർഷത്തേക്ക് യാതൊരു അപകടവും ഉണ്ടാവില്ല, എല്ലാം ഇൻസ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതിന് ജോലിക്കാർ ധാരാളം വേണം. ഒരു ഷട്ട് ഡൗൺ ജോബ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ടെക്സ്റ്റോറിലെ ആളെ വിളിക്കും, ഷട്ട് ഡൗൺ ജോബിന് വരാമോ എന്ന് ചോദിച്ചിട്ട്. കാരണം ഒരു ഷട്ട് ഡൗൺ ജോബിന് 10-100 പേരോളം വേണം ഷട്ട് ഡൗൺ ജോബ്. കാരണം എല്ലാ എക്യുപ്മെൻറ്റും അഴിച്ചു പറിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഷട്ട് ഡൗൺ ജോബിന് നമ്മൾ 1-2 പ്രാവശ്യം നമുക്ക് ജോലി കിട്ടി, സാധ്യത കിട്ടിപ്പോയി നമ്മളത് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വിളിക്കും ഷട്ട് ഡൗൺ ജോബിന് വരാനായിട്ട്. അങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടിയാൽ ജോലിക്ക് കിട്ടാൻ എളുപ്പമാണ്. മാത്രമല്ല സേഫ്റ്റി നിങ്ങൾ പറഞ്ഞു, വർക്ക് സൈറ്റ് സേഫ്റ്റിയെ പറ്റി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ആ സേഫ്റ്റി കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ അറിഞ്ഞിരിക്കണം, എന്നാലേ അത് പറ്റുള്ളൂ. പിന്നെ ഒന്നുള്ളത് ഫയർ വാച്ച് എന്ന് പറഞ്ഞൊരു ജോലിയുണ്ട്. ഏതെങ്കിലും വെൽഡിങ് നടക്കുമ്പോഴോ ഏതെങ്കിലും ഹോട്ട് വർക്ക് നടക്കുമ്പോഴോ അവിടെ തീ പിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതായത് ഗ്യാസ് ടെസ്റ്റ് ചെയ്യണം, ആ ഏരിയ ടെസ്റ്റ് ചെയ്യണം, അവിടെ തീ പിടിക്കാൻ സാധ്യതകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അതെല്ലാം നോക്കുന്നതിന് ഫയർ വാച്ച് എന്ന് പറയുന്നത്. ഫയർ വാച്ച് ചെയ്യാൻ, ഫയർ വരാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി അറിയുക, അതിനാണ് ഫയർ വാച്ച്. അതിന് ധാരാളം പോസ്റ്റ് ഉണ്ട്, പൊസിഷൻ ഉണ്ട്, വേക്കൻസി ഉണ്ട്. ഫയർ വാച്ചിനുണ്ട്, ആളെ കൊണ്ടുണ്ട്. തീപിടുത്തം ഉണ്ടായിട്ടല്ല, തീ പിടിക്കാതിരിക്കാനാണ് നോക്കേണ്ടത്, പ്രിവെൻഷൻ, അതാണ് ഇമ്പോർട്ടൻറ്റ്. സാർ അതുപോലെ ഈ സേഫ്റ്റിയുടെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും കമ്പനികളിൽ പ്രൊജക്ട്സിലൊക്കെ ആയിക്കോട്ടെ, ഈവൻ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, അത് ലേബർ ഈസ് ടു ഇത്ര ലേബേഴ്സിന് ഇത്ര സേഫ്റ്റിക്കാർ എന്നുള്ള ഒരു കുറച്ച് റേഷ്യോസ് ഒക്കെ കേൾക്കാറുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് എങ്ങനെയാണത്? അവിടെ ഓയിൽ കമ്പനികളിലായാലും ഇൻഡസ്ട്രിയിലായാലും സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ട്, സേഫ്റ്റി അഡ്വൈസേഴ്സ് ഉണ്ട്, സേഫ്റ്റി ടെക്നീഷ്യൻസ് ഉണ്ട്, സേഫ്റ്റി ഓഫീസ്, ധാരാളം സേഫ്റ്റി പൊസിഷൻസ് ഉണ്ട്. ഈ സേഫ്റ്റി പൊസിഷൻ്റെ ഉദ്ദേശം എന്താണ്? ചെയ്യുന്ന വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെല്ലാം സേഫായിട്ട് തന്നെയാണോ ചെയ്യുന്നതെന്ന് വാച്ച് ചെയ്യാനാണ് സേഫ്റ്റി ഓഫീസേഴ്സ് ഉള്ളത്. അപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചാൽ അവന് സേഫ്റ്റി ടെക്നീഷ്യനായിട്ട് കിട്ടാൻ ജോലി, സേഫ്റ്റി ഓഫീസറായിട്ട് കിട്ടാൻ ജോലി, സേഫ്റ്റി അഡ്വൈസറായിട്ട് കിട്ടാൻ ജോലി, സേഫ്റ്റി ഓഫീസർ, ഏത് പൊസിഷനിലും സേഫ്റ്റിയിൽ കിട്ടും. സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പക്ഷേ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കായികാധ്വാനം കുറവാണ് സേഫ്റ്റിക്ക്. മനസ്സിലായില്ലേ? നമ്മൾ വാച്ച് ചെയ്താൽ മതി. ഫയർ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ വാച്ച് ചെയ്യുക. ഒരാളൊരു ടാങ്കിൻ്റെ അകത്തേക്ക് പോകുന്നു, ആൾ സേഫായിട്ടാണ് പോകുന്നത്, അവിടെ ഒരാൾ തീ കെടുത്താൻ ശ്രമിക്കുന്നു, സേഫായിട്ട് ചെയ്യണം, അത് വാച്ചിങ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നീഷ്യനും കായിക ജോലി കുറവാണ്. കാരണം വെച്ചാൽ അവൻ്റെ ജോലി റിപ്പയറിങ് അല്ല. റിപ്പയറിങ് മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ, അവരാണ് റിപ്പയർ ചെയ്യുന്നത്, മെയിൻ്റനൻസ് നടത്തുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് പഠിച്ചവന് സാധാരണഗതിയിൽ ആ പ്ലാന്റ് ഓപ്പറേഷൻ മാത്രം. അത് ശരിക്കും എക്യുപ്മെൻറ്റ്സ് ശരിക്കും വർക്ക് ചെയ്യാനുണ്ടോ, കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, മെക്കാനിക്കൽ പ്രോബ്ലം ഉണ്ടോ, ഇലക്ട്രിക്കൽ പ്രോബ്ലം ഉണ്ടോ,
ഇൻസ്ട്രുമെൻറ്റേഷൻ പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അതാണ് അവൻ്റെ ജോലി, അത്രയേ ഉള്ളൂ. അപ്പോൾ കായികാധ്വാനം കുറവാണ്. കായികാധ്വാനം കൂടുതലുള്ളതാണ് മെക്കാനിക്കൽ ടെക്നീഷ്യനും ഇലക്ട്രിക്കൽ ടെക്നീഷ്യനൊക്കെ ചെയ്യേണ്ട ജോലികൾ. അപ്പം അതുകൊണ്ട് ജോലി സാധ്യത എല്ലാ ഫീൽഡിലും ധാരാളം ഉള്ളത് ഇന്നും നോക്കിയാൽ കാണാം. 100 കണക്കിന് വേക്കൻസി ഓയിൽ ആൻഡ് ഗ്യാസിൽ ഇന്ത്യക്കും പുറത്തും ഇന്ത്യക്കകത്തും ട്രെയിൻ ചെയ്ത ആളുകളെ നോക്കി നടക്കുകയാണ് കിട്ടാനായിട്ട്. കോൺട്രാക്ടേഴ്സ് ഉണ്ട്, ധാരാളം പ്രോജക്റ്റ് കോൺട്രാക്ടേഴ്സ് എടുത്തിട്ടുണ്ട്. അവരെല്ലാം ട്രെയിൻഡ് ആളെ വെക്കണേ. കാരണം വെച്ചാൽ നമ്മൾ ട്രെയിൻഡ് ആൾ വെച്ചില്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ നിന്ന് നേരിട്ടൊരാളെ പിടിച്ചവിടെ വെച്ചാൽ നാളെ ഒരു തീപിടുത്തമുണ്ടായാൽ ഇൻഷുറൻസ് കമ്പനിക്കാർ ചോദിക്കും വേറെ ആ വെച്ചിരിക്കുന്ന ആൾക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത്, ആൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കമ്പനിക്കാർ എപ്പോഴും ട്രെയിൻഡ് ആളുകൾ. സാർ, ഈ സേഫ്റ്റി തന്നെ ഇപ്പം ഒരിക്കലും നമ്മുടെ പെട്രോളിയം മേഖലയല്ലാതെ മറ്റുള്ള ഇപ്പോൾ ധാരാളം ഫാർമസ്യൂട്ടിക്കൽ, ഫുഡ് ഇൻഡസ്ട്രീസ്, FMCG സെക്ടറൊക്കെ, അതുപോലെ എല്ലാ വെർട്ടിക്കലിലും ധാരാളം റിക്വയർമെൻറ്റ്സ് വരുന്നു. അപ്പോൾ ഈ സേഫ്റ്റിക്ക് ഈ എന്തുകൊണ്ട് കൂടുതൽ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലോട്ടും അവർക്ക് വേണേൽ മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കാര്യം കൊണ്ടാണോ? അതെ അതെ, സേഫ്റ്റിക്ക് എന്തുകൊണ്ടാണ് ആ കൂടുതൽ വരുന്നത് വെച്ചാൽ ഏത് സ്ഥലത്തും സേഫ്റ്റി വേണമല്ലോ. അത് ഓയിൽ കമ്പനി ആയാലും ശരി, കെമിക്കൽ കമ്പനി ആയാലും ശരി, ഫെർട്ടിലൈസർ കമ്പനി ആയാലും ശരി, ഷിപ്പ് യാർഡ് ആയാലും ശരി, സിമെൻറ്റ് കമ്പനി ആയാലും ശരി, വർക്ക് സേഫ് ആയിരിക്കണമല്ലോ. നമ്മൾ ജോലി ചെയ്ത കൈയും കാലും മുറിയാനൊന്നും പാടില്ല, ആക്സിഡൻറ്റ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് സേഫ്റ്റിക്ക് ആൾ കൂടുതൽ വരുന്നത്. സേഫ്റ്റിക്ക് ആൾ കൂടുതൽ വന്നാൽ 2 ഗുണമാണ്. ഒന്ന്, അവന് അധികം കായികാധ്വാനം കുറവ്. ഒന്ന്, രണ്ടാമത്തത് ഡേഞ്ചർ സോൺ കുറവ്. അവനെല്ലാം സേഫായിട്ട് വർക്ക് ചെയ്യണമെന്ന് വാച്ച് ചെയ്യുക, അതാണ് മെയിൻ ജോലി. അത് വെരിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, തീ പിടിച്ചാൽ കെടുത്താനായിട്ടുള്ളത്. ആ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ, ആ സാധനം വർക്കിംഗ് കണ്ടീഷനാണോ, അത് കാര്യമാണോ എന്നുള്ളതൊക്കെ നോക്കേണ്ട ആളുടെ സേഫ്റ്റി അഡ്വൈസേഴ്സും സേഫ്റ്റി ടെക്നീഷ്യൻസാണ്. അതങ്ങനെ ആ സേഫ്റ്റി എക്യുപ്മെൻ്റ് എല്ലാം വാച്ച് ചെയ്യുന്നത് അവരാണ്, എല്ലാം പെർഫെക്റ്റായിട്ട്. അതുകൊണ്ടാണ് സേഫ്റ്റിയിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നത്, കൂടുതൽ ഓപ്പണിങ്. സാർ, ഈ സേഫ്റ്റി ഓഡിറ്റ് ഒക്കെ നടത്താറുണ്ടല്ലോ. ഉണ്ട്. അതേപോലെ ഈ റിഫൈനറി ആയിക്കോട്ടെ, എല്ലാ പ്ലാന്റുകളിലും ഒരാൾ ആദ്യം ഒരു എംപ്ലോയ്മെന്റ് വേണ്ടി പോകുമ്പോൾ ഈ സേഫ്റ്റി ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അത് എന്തിനായിരിക്കും? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര ഡിഗ്രി കിട്ടിയവനായാലും ശരി, ഒരു ഓയിൽ കമ്പനിയിലേക്കോ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ പറഞ്ഞതുപോലെ സേഫ്റ്റി ക്ലാസ് കൊടുക്കും. സേഫ്റ്റി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിച്ചല്ല, കാണിച്ചു കൊടുക്കും. തീ ഉണ്ടാക്കി തീ കെടുത്തി കാണിച്ചു കൊടുക്കും. പോയ്സണസ് ഗ്യാസ് കാണിച്ചു കേട്ടാൽ പോയ്സണസ് ഗ്യാസ് എങ്ങനെയാണ് മാറ്റണമെന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ ട്രെയിനിങ്ങും അവർ കൊടുക്കും. കൊടുത്തിട്ട് ആൾ ട്രെയിൻഡാണ്, വർക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണെന്ന് കൺഫേം ചെയ്താൽ മാത്രമേ അവർ ജോലിക്ക് വയ്ക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഓഡിറ്റിനെ പറ്റി നിങ്ങൾ പറഞ്ഞു. എന്താ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ധാരാളം സേഫ്റ്റി എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഓയിൽ കമ്പനിയിൽ. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, ബ്രീത്തിങ് അപ്പാരറ്റസ് ഉണ്ട്, ഒരു കെമിക്കൽസ് ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ഓഡിറ്റ് ചെയ്യണ്ടേ? 6 മാസം കൂടുമ്പോൾ സേഫ്റ്റി വാൽവ്സ് ഉണ്ട്. ഉദാഹരണ വീടുകളുണ്ട്, പ്രഷർ കുക്കറുണ്ട്, അതിന് സേഫ്റ്റി വാൽവ് ഉണ്ട്. അത് വർക്ക് ചെയ്തില്ലെങ്കിലോ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ പ്ലാന്റിൽ ഒരുപാട് സേഫ്റ്റി വാൽവ്സ് ഉണ്ട്, സേഫ്റ്റി എക്യുപ്മെൻ്റ് ഉണ്ട്, ഡിറ്റക്ടേഴ്സ് ഉണ്ട്. ഫയർ വരുമ്പോൾ ഡിറ്റക്റ്റ് ചെയ്യണം, മറ്റേ ഹീറ്റ് വരുമ്പോൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്, പോയ്സണസ് ഗ്യാസ് വരുമ്പോൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഇൻസ്ട്രുമെൻറ്റ്സ് ധാരാളമുണ്ട്. ഇതെല്ലാം 6 മാസം കൂടുമ്പോൾ ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് ചെയ്യുക വെച്ചാൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അത് വെരിഫൈ ചെയ്ത് നോക്കണം, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. അതാണ് സേഫ്റ്റി ഓഡിറ്റ്. മാത്രമല്ല പെർമിറ്റ് സിസ്റ്റം PTW, അത് 3 മാസം 6 മാസം കൂടുമ്പോൾ ഓഡിറ്റ് ചെയ്യണം. ഇതെല്ലാം പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടോ, പ്രോപ്പറായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടോ, പ്രോപ്പറായിട്ട് യൂസ്, അതാണ് ഓഡിറ്റ്. 6 മാസത്തെ ഓഡിറ്റിംഗ് ഉണ്ട്, 1 ഇയർ ഓഡിറ്റിംഗ് ഉണ്ട്, 2 ഇയർ ഓഡിറ്റിംഗ് ഉണ്ട്. അത് ആദ്യത്തെ ഓഡിറ്റിംഗ് ആ ഏരിയയിലുള്ള ടെക്നീഷ്യൻ സൂപ്പർവൈസർ. രണ്ടാമത്തെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ 6 മന്ത് കഴിഞ്ഞിട്ടുള്ള ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സേഫ്റ്റി ഓഫീസർ വന്ന് ഓഡിറ്റ് ചെയ്യും ഇതെല്ലാം പ്രോപ്പറാണെന്നുള്ളത്. അത് കഴിഞ്ഞാൽ 3ാമത്തെ ഓഡിറ്റിംഗ് ഇയർലി ഓഡിറ്റിംഗ് ഉണ്ട്. അതായത് വേറൊരു പ്ലാന്റിൽ നിന്ന്, വേറൊരു കമ്പനിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഈ കമ്പനിയുടെ ഓഡിറ്റ് ചെയ്യും, വേറെ എക്സ്റ്റേണൽ പാർട്ടി വന്ന് ഓഡിറ്റ് ചെയ്യും, അത് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട്. ഇതാണ് ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലെ കാര്യം, ഞാനിപ്പോൾ ഇൻ്റർനാഷണൽ കാര്യങ്ങൾ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം വന്നേക്കാണ്. ഇപ്പോൾ ഈ ഡിഗ്രി തന്നെ 4 വർഷത്തിൻ്റെ കൂടെ തന്നെ സ്കില്ലിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുക. അപ്പോൾ അത് മിനിസ്ട്രി തന്നെ, ഇപ്പോൾ സ്കിൽ മിനിസ്ട്രി തന്നെ ഇന്ത്യയിലെ, കാരണം ഒരു തൊഴിലും നൈപുണ്യം കൂടുതൽ ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ അതുകൊണ്ട് ഈ ഷോർട്ട് ടൈം സ്കിൽ കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ
പെട്ടെന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സാണ്. അത് എന്തായിരിക്കും അതിൻ്റെ കാരണം പറഞ്ഞുതരാം. ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 +2 കഴിഞ്ഞു, അല്ലെങ്കിൽ ഈവൻ ബിടെക് കഴിഞ്ഞു എന്ന് വിചാരിച്ചു, അവരൊരു സ്റ്റുഡൻ്റാണ്. അവനൊരു ഇൻഡസ്ട്രിയെ പറ്റിയുള്ള അന്തരീക്ഷമൊന്നും അവനില്ല. ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാവുന്നൊരു സാഹചര്യം അവനായിട്ടില്ല. അപ്പോൾ അവർ സ്കില്ല് കൊടുക്കുന്നു, നമ്മൾ ഇന്ന കാര്യത്തിൽ ഇന്നത് ചെയ്യുന്നു. ആ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നിന്ന് നമ്മൾ അവനെ മാറ്റി ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിലേക്ക് മാറ്റുന്നതാണ് ഈ സ്കില്ല് ട്രെയിനിങ് കൊടുക്കുന്നത്. അവനെ റെസ്പോൺസിബിൾ പേഴ്സണാക്കി മാറ്റുന്ന ഒരു കൺവേർഷൻ നടത്തുന്ന ഒരു ഫീൽഡിനെയാണ് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്കില്ല് കൊടുത്ത് ആ സ്കില്ലിൽ അവൻ എക്സ്പെർട്ടായി കഴിഞ്ഞാലേ അവന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ 10ാം ക്ലാസ്സുകാരന് സ്റ്റുഡൻറ്റിന് പോയിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പേർക്ക് അപകടം പറ്റുന്നൊരു ഫീൽഡാണ് ഓയിൽ ഫീൽഡ്. ഒരാളുടെ ഒരു നെഗ്ലിജൻസ് മതി, ഒരറിവില്ലായ്മ മതി 100 കണക്കിന് ആൾ മരിക്കാനായിട്ട്. കാരണം അതുകൊണ്ടാണ് ഈ സ്കിൽ ഡെവലപ്മെൻറ്റിന് ഗവൺമെൻറ് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക. ആ സ്കില്ല് വർക്ക് ചെയ്യാനായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്തവർ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ ഉണ്ടായിരുന്നവർ, ആ ജോലി ചെയ്യുന്നവർ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോഴേ ആ സ്കില്ല് ഡെവലപ്പ്. വേറെ കേസ് സാറേ, ഈ പലരും പറയുന്നുണ്ട് ഈ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അപകടം അല്ലെങ്കിൽ റിസ്ക് ആണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് സാർ എന്താണ്? അത് എന്നോട് ഒരുപാട് പേര് ഞാൻ പഠിപ്പിച്ചൊരു സ്റ്റുഡൻറ്റിന്, ടെക്സോറിൽ പഠിപ്പിച്ചൊരു സ്റ്റുഡൻറ്റിന് ഖത്തർ പെട്രോളിയത്തിൽ ജോലി കിട്ടി. പക്ഷെ അവൻ്റെ പാരൻസ് എന്ത് ചെയ്താ ജോലിക്ക് വിടുന്നില്ല. സാർ പറഞ്ഞതുപോലെ അത് അപകടം പിടിച്ച സ്ഥലമാണ്. പെട്രോളിയം എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ച സ്ഥലമാണ്, പോയിസണസ് ഗ്യാസുള്ള സ്ഥലമാണ്. നീ പോകണ്ട, നീ വേറെ വല്ല ജോലിക്ക് പോയെന്ന് പറഞ്ഞു. ആ കുട്ടി എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ അപ്പനോട് പറയണം 44 വർഷം ഞാൻ ജോലി ചെയ്ത ഫീൽഡാണത്. ഇന്ന് എനിക്കൊരു കുഴപ്പമില്ല, ഒരു അപകടവും ഉണ്ടായിട്ടില്ല, എനിക്കൊരു പ്രഷറും ഇല്ല, ഡയബറ്റീസും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ക്യാൻസറും ഇല്ല, ഒന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അത്ര സേഫായിട്ടുള്ള ഫീൽഡാണത്. നമ്മളങ്ങ് റിസ്ക് എടുക്കാണ്ട് നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വലിയൊരു കാശ് കൊണ്ടുവന്ന് തരും. കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. നമ്മൾ ജോലിക്ക് എപ്പോഴും ജോലിയുടേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഓയിൽ കമ്പനി ഒരു അപകടം പിടിച്ച സ്ഥലമാണ്, അവർ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ പാടില്ല. അത് അവിടെ ജോലി ചെയ്ത് അതിനകത്ത് അവൻ ഡെവലപ്പ് ചെയ്ത് അവൻ്റെ ഫ്യൂച്ചർ നോക്കാനായിട്ടാണ് നോക്കേണ്ടത് കൃത്യമായിട്ട്. അല്ലാണ്ട് കാറ് ഡ്രൈവ് ചെയ്യുന്നത് അപകടമാണെന്ന് പറഞ്ഞിട്ട് കാര്യം, റോട്ടിൽ കാർ ഓടിച്ചാൽ ആരെങ്കിലും വന്ന് ഇടിച്ചാലോ അപകടം ഉണ്ടാവില്ലേ എന്ന് വെച്ചാൽ കാർ ഓടിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക്? അത് പറഞ്ഞാൽ ഓയിൽ കമ്പനികളിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഫീൽഡാണ് ഓയിൽ കമ്പനി. അവിടെ ജോലി കിട്ടിയ റിസ്ക് ഉണ്ട്, പക്ഷേ ആ റിസ്ക് കൊണ്ട് ഒരു അപകടമില്ല. അതിന് തെളിവാണ് ഈ മുമ്പിലിരിക്കുന്ന ഞാൻ. മനസ്സിലായുണ്ടോ? തീർച്ചയായിട്ടും സാറ് വളരെ സന്തോഷം. കാരണം ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ട്, കാരണം അങ്ങയുടെ എക്സ്പീരിയൻസ് വളരെ 44 വർഷത്തെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ശരിക്കും ഈ സ്റ്റുഡൻസിന് കൊടുക്കുമ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണോ, അതോ അങ്ങേക്ക് ഇതിനകത്ത് ഇത്രയും ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ പഠനവും കുട്ടികളെ പഠിപ്പിക്കാനായിട്ടും, കാരണം ധാരാളം കുട്ടികളെ ട്രെയിൻ ചെയ്തു, ഏറ്റവും നല്ല രീതിയിൽ അഭിപ്രായം കിട്ടിയ ഒരു എക്സ്പെർട്ടൈസ് എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് ഇതിൽ പൂർണ്ണമായിട്ടും ഒരു സന്തോഷം ഉൾക്കൊള്ളുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ 44 വർഷം കൊണ്ട് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ആയിരക്കണക്കിന്. അതിൽ പല സ്റ്റുഡൻസ് ഇന്ന് മാനേജിങ് ഡയറക്ടർ, ചെയർമാൻ വരെ ആയവരുണ്ട്. അവരെൻ്റെ അടുത്ത് മുമ്പിൽ വന്ന് എന്നെ കൈകൂപ്പി നിൽക്കുമ്പോൾ കിട്ടുന്ന എനിക്കുള്ള സന്തോഷം, എനിക്കുള്ള ആനന്ദം പണത്തേക്കാൾ കൂടുതലാണ്. മനസ്സിലായില്ലേ? ഞാൻ പഠിപ്പിച്ചവരെല്ലാവരും മാനേജറും സൂപ്പർവൈസറും എൻജിനീയർമാരൊക്കെ ആയിട്ട് നല്ല ശമ്പളം വാങ്ങിച്ച് ജീവിക്കുമ്പോൾ അവരെല്ലാം ഗ്രീറ്റിങ്സും എൻ്റെ അനുമോദനങ്ങൾ എനിക്ക് അയക്കുമ്പോൾ കിട്ടുന്ന എൻ്റെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ ഫീൽഡിൽ ഞാൻ ഇത്രയും കൊല്ലം ജോലി ചെയ്തതിൽ ഐ ആം വെരി ഹാപ്പി. ഞാൻ ഫേസ് ചെയ്ത സാഹചര്യങ്ങളൊക്കെ വളരെയധികം ഓഫ് ഷോറിൽ ഒരുപാട് പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, കരയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ അതിജീവിക്കണം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അതിജീവിക്കണം. അതുകൊണ്ട് ഐ ആം വെരി ഹാപ്പി. ആ ഹാപ്പിനെസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. യാതൊന്നും കൊണ്ടും നിങ്ങൾ ഒരു ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് മടി വിചാരിക്കേണ്ട കാര്യമില്ല. ഇന്ന് നിങ്ങൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ഓയിൽ കമ്പനി തീ പിടിച്ചതായിട്ട്, ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിട്ട്? അതിന് മുമ്പുണ്ട്. 10 വർഷം മുമ്പ് നിങ്ങൾക്കറിയാം
98 സെപ്റ്റംബർ ജനുവരി 18 കുവൈറ്റ് വാർ സമയത്ത് 600 വെല്ലാണ് തീ പിടിച്ചത്. 600 തീ പിടിച്ചതല്ല, തീ കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം നിങ്ങളിങ്ങോട്ട് നോക്കിയാൽ ആ 98 ശേഷം ഇപ്പോൾ 2025 ഒരു സ്ഥലത്തും ഒരു ആക്സിഡൻറ്റോ ഒരു ഡെത്തോ ഒരു എക്സ്പ്ലോഷനോ ഉണ്ടായിട്ടില്ല. കാരണം അത്രയും പ്രൊട്ടക്റ്റഡാണ്. 4 ലെവൽ ഓഫ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അലാം കിട്ടും, നമ്മൾ അറിയിക്കും. പിന്നെ അലാം കിട്ടിയാൽ പ്ലാന്റ് ഷട്ട് ഡൗൺ ആവും. ആ ഷട്ട് ഡൗൺ ആയില്ലെങ്കിൽ വീണ്ടും അലാം വന്നു, പ്ലാന്റിനെ മൊത്തമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കളയും കംപ്ലീറ്റ്. അങ്ങനെ നമ്മൾക്ക് ഒരു 4 ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഈ കഴിഞ്ഞ 28 വർഷമായിട്ട് ഒരു ആക്സിഡൻറ്റ് പോലും ഓയിൽ കമ്പനിയിൽ ഉണ്ടായിട്ടില്ല, ഒരു എക്സ്പ്ലോഷൻ പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോലിയാകുന്ന ഒരു ഫീൽഡാണ് ഓയിൽ കമ്പനി. ഞങ്ങളൊക്കെ വർക്ക് ചെയ്ത കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല, കമ്പ്യൂട്ടർ സിസ്റ്റം ഒന്നുമല്ല, മാനുവൽ ഓപ്പറേഷനാണ്. 85 മുതലാണ് കമ്പ്യൂട്ടർ വന്നു തുടങ്ങിയത്. അതിന് മുമ്പ് ഒരു കമ്പ്യൂട്ടർ എന്ന സംഗതിയില്ല. ഇപ്പോൾ ഒരു ബട്ടർ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ബോംബെയിലിരിക്കുന്ന പ്ലാന്റ് നമുക്ക് കൊച്ചിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. ബോംബെയിൽ ഒരു തീപിടുത്തുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ആ തീ കെടുത്താൻ നമുക്ക് സാധിക്കും. ആ ടെക്നോളജി ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഭൂമിക്കടിയുള്ള ഓയിലിനെ കണ്ടുപിടിക്കാൻ സാറ്റലൈറ്റിൽ നിന്ന് പടമെടുക്കുന്ന സാഹചര്യം, സ്കാൻ ചെയ്യണം ഭൂമി, എന്നിട്ട് എത്ര ഓയിൽ അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് 3 ഡയമെൻഷൻ 3D പിക്ചർ എടുത്ത് നമുക്ക് തരും. ആ ടെക്നോളജി ഇന്ന് അവൈലബിളാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഓയിൽ ആൻഡ് ഗ്യാസിൽ ജോലി ചെയ്യാൻ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ഏറ്റവും സേഫസ്റ്റ് ജോലിയായിട്ട്, ഇന്നത്തെ കാലത്ത് ഏറ്റവും സേഫസ്റ്റ് ജോലിയായിട്ട് കരുതാവുന്നതാണ് ഓയിൽ ആൻഡ് ഗ്യാസ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റികളതിൻ്റെ പേരിൽ ഈ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ ഓപ്പറേഷൻ ടെക്നീഷ്യൻ ആ ലെവലിലെ സേഫ്റ്റി ആ ലെവലിലെല്ലാം ധാരാളം ഓപ്പണിങ് അവർ ചോദിച്ചു വരികയാണ്. ആളുകളുണ്ടോ എന്ന് ചോദിച്ചു വരിക. ആ സാഹചര്യത്തിൽ നിങ്ങൾ ഈ കോഴ്സിന് നിങ്ങൾ ചേർന്ന് നിങ്ങൾ എക്സ്പെർട്ടായി ഒരു കോമ്പിറ്റൻ്റ് അതോറിറ്റിയായി മാറണം. അങ്ങനെ മാറ്റേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളത്. മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് എല്ലാം ആയിരിക്കാം, അവർ ഇന്ന് മാനേജറായിട്ടിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ ജോലിക്കെടുത്ത് വയ്ക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അവർ നമ്മുടെ സർട്ടിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ ഇത് എന്നെ പഠിപ്പിച്ച സാറാണല്ലോ പിന്നെയും പഠിപ്പിച്ചതെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ജോലി കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ട് ഓയിൽ ആൻഡ് ഗ്യാസിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒട്ടും വൈകരുത്. എത്രയും വേഗം നമ്മൾ ജോയിൻ ചെയ്ത് എക്സ്പെർട്ടാവുക. ഞങ്ങൾ കൊടുക്കുന്ന അസൈൻമെൻറ്റ്, പരീക്ഷകൾ കൊടുക്കും, അസൈൻമെൻറ്റ് കൊടുക്കും, പ്രോജക്റ്റുകൾ കൊടുക്കും, എക്സ്പീരിയൻസ് കൊടുക്കും, സ്കില്ല് കൊടുക്കും. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഡിപ്ലോമയും കിട്ടും, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റും കിട്ടും, നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റും കിട്ടും. അത് കൊടുക്കാൻ പ്ലേസ്മെൻറ്റ് തരാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ അഡ്വൈസും ഒരു CV വരെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്കിന്ന് അറിയാൻ പാടില്ല. ആ CV എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വരും നമ്മൾ. കാരണം ഞാൻ ഒരുപാട് പേര് ഇൻ്റർവ്യൂ, ആയിരക്കണക്കിന് ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള ആളാണ്. ഒരു CV എങ്ങനെ എഴുതണമെന്ന് ഇന്നും പലർക്കും അറിഞ്ഞുകൂടാ. 10-12 പേജൊക്കെയാണ് എഴുതി കൂട്ടുന്ന ആളുകൾ CV. അതൊന്നും എൻ്റെ ആവശ്യം. നിങ്ങൾ അവരെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊരു ജോലിക്ക് എന്നാൽ അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? വാട്ട് യു നോ. അതങ്ങോട്ട് എഴുതിയാൽ മതി CVയിൽ. എനിക്ക് എന്തറിയാം എന്നുള്ള ആദ്യം എഴുതുക. അല്ലാണ്ട് എനിക്ക് മറ്റേ എൻ്റെ ഹാബിറ്റും അതൊന്നും യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക് ഏറ്റവും കൂടുതൽ സേഫായിട്ട് വർക്ക് ചെയ്യാവുന്ന സമയമായതുകൊണ്ട്, സേഫ്റ്റി കൂടുതലുള്ളത് കൊണ്ട്, യാതൊരു തരത്തിലുള്ള ആക്സിഡൻറ്റും ഉണ്ടാവാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട്, അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉള്ളതിൻ്റെ പേരിൽ യാതൊരു മടി കൂടാണ്ട് എത്രയും വേഗം നിങ്ങൾ വെറും 10ാം ക്ലാസ് പാസ്സായി, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പാസ്സായി, അല്ലെങ്കിൽ +1 +2 പാസ്സായി, PT പാസ്സായി, ആ സർട്ടിഫിക്കറ്റ് മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ജംഗ്ഷനിൽ പോയി ജോലി അന്വേഷിച്ച് കിടക്കാണ്ട് നിങ്ങൾ ഈ തൊഴിലധിഷ്ഠിതമായ ഈ കോഴ്സ്, തൊഴിൽ കിട്ടുന്ന ഈ കോഴ്സ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചാൽ മറ്റേതിനേക്കാളും വാല്യൂ അതിനാണെന്ന് ആദ്യം മനസ്സിലാക്കും. തീർച്ചയായിട്ടും സാർ പറഞ്ഞ വലിയൊരു കാര്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ്സിൽ ഏറ്റവും കൂടുതൽ ക്ലയൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തോട്ടടക്കം കൊണ്ടുപോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ എന്തായാലും ടെക്ഷോർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന ലെവലിൽ ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ടെക്ഷോറിൻ്റെ ഓപ്പണിങ്സ് എല്ലാവരും എത്തട്ടെ. എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഗ്രൂപ്പിൻ്റെ ഈ കൊടുക്കുന്ന കാര്യങ്ങൾ, കാരണം ഇന്ന് പെട്രോളിയം യൂണിവേഴ്സിറ്റി അംഗീകരിച്ചതും മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ്, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് അടക്കം വിവിധ നാഷണൽ അക്രഡിറ്റേഷൻസോടുകൂടി റൺ ചെയ്യുന്ന നമ്മളുടെ സ്ഥാപനം കഴിഞ്ഞ 15 വർഷമായിട്ട് 28,000-ന് മുകളിൽ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തു എന്നുള്ളൊരു വലിയ റെക്കോർഡാണ്. അപ്പോൾ ഈ ഒരു റെക്കോർഡ് തീർച്ചയായിട്ടും അതേപോലെ ധാരാളം സ്കിൽ പ്രോജക്റ്റുകളും ഗവൺമെൻറ് അണ്ടറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ലാബ് ഫെസിലിറ്റീസും സർട്ടിഫിക്കേഷൻസും നാഷണൽ സർട്ടിഫിക്കേഷൻസും
അതേപോലെ റിക്രൂട്ട്മെൻറ്റ്സ് ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ലൈസൻസോടുകൂടി റിക്രൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അൺലിമിറ്റഡ് അടക്കം തീർച്ചയായിട്ടും നമ്മളുടെ മേഖലയിൽ ഏറ്റവും ഒരു പ്രാധാന്യം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നു. അതിന് കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, അവസാനിപ്പിക്കുകയാണ് പറയാനുള്ളത്, ടെക്ഷോർ എടുക്കുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാം, കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഓയിൽ ആൻഡ് ഗ്യാസിൽ മാത്രം ജോലി ചെയ്യാനായിട്ടില്ല, ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് കൂടിയാണ് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇന്ന് പല കോളേജുകളും, എഞ്ചിനീയറിംഗ് കോളേജുകൾ വരെയും ടെക്ഷോറിനെ സമീപിക്കുന്നുണ്ട്. അവിടുത്തെ ഫൈനൽ സെമസ്റ്റർ സ്റ്റുഡൻസിനെല്ലാം ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനും അവരുടെ ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് എന്താണ് ഓയിൽ ആൻഡ് ഗ്യാസിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യേണ്ടത്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഫൈനൽ സെമസ്റ്ററുകാർക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ജോലി കിട്ടാൻ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ, എൻ്റെ റോൾ എന്താണ്, ഇതുവരെയും നമ്മൾ ടെക്സോറിന് എടുത്ത് കൊടുക്കുന്നുണ്ട്, ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ടെക്സോറിൻ്റെ പ്രത്യേക ഒരു 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 ആക്ടിവിറ്റി, മറ്റുള്ളവർക്കില്ലാത്തൊരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിത്തം കഴിഞ്ഞ് പോകുന്ന സ്റ്റുഡൻസിന് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ, എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നമ്മൾ സംശയം തീർത്തു കൊടുക്കുക. അതായത് പഠിച്ചു പോയി എന്നുള്ളതുകൊണ്ട് അവസാനിക്കുന്നില്ല, പിന്നെ അവൻ്റെ ത്രൂ ഔട്ട് കാരിയറിലേക്കുള്ള സംശയങ്ങളും അവിടെയുള്ള ഓരോ കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് പലരും അബുദാബിയിൽ നിന്നും ഖത്തറിൽ നിന്നും ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, സാറേ ഈ പ്രശ്നം അവിടെ ഉണ്ട്, ഇതെങ്ങനെ പരിഹരിക്കണം. ഞാൻ ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കും, മെസ്സേജിൽ കൂടി പറഞ്ഞു കൊടുക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടോടെ ചെയ്യുന്നുണ്ടോ, പഠിത്തം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവരെ വിടുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ പിന്നീടുള്ള മുൻപോട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളിലെയും ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു തെളിവാണ് എനിക്ക്. അതാണ് ഒരു പ്രത്യേകത, ടെക്സോറിൻ്റെ ഒരു പ്രത്യേകത. അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് കൊടുത്തിരിക്കും, അത് നിങ്ങൾക്ക് ഉറപ്പാക്കാം. അതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ടെക്സോറിനുള്ളത്. വേറെ ഒന്നും എനിക്ക് പറയാം. വേറെ വളരെ വലിയ ഡിസ്കഷനായിട്ട് നടക്കട്ടെ. ബാക്കി നമുക്ക് വരുന്ന ലെവലിലോട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും അടുത്ത സെക്ഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. താങ്ക് യു താങ്ക് യു വെരി മച്ച്.